നമസ്കാരം. ആം ആദ്മി പാർട്ടിക്ക് രാജ്യസഭയിൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 7 ആം ആദ്മി പിമാർ ഒറ്റയടിക്ക് BJPയിലേക്ക് കളം മാറി ചവിട്ടി. വളരെയേറെ പ്രതീക്ഷകളോടെ രാജ്യത്ത് നിലവിൽ വന്ന അഴിമതിക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ആം ആദ്മി പാർട്ടി. ഡൽഹിയിലും പഞ്ചാബിലും അടക്കം ഭരണത്തിലുണ്ടായിരുന്നു. ഈ ആം ആദ്മി പാർട്ടിയെ അപ്പാടെ വിഴുങ്ങാനുള്ളൊരു നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്താവും ഇനി ഈ ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്നതിനെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുകയാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ MS വേണുഗോപാൽ. നമസ്കാരം. എന്താവും ഈ ആം ആദ്മി പാർട്ടിയുടെ മുന്നോട്ടുള്ള ഒരു പോക്ക് എങ്ങനെയായിരിക്കും? ആം ആദ്മി പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക് പഞ്ചാബ് പിടിച്ചതിന് ശേഷം തന്നെ ഏതാണ്ട് വെള്ളത്തിലായി എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ നേതൃത്വം പലപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ഒറ്റയ്ക്ക് നയിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറി. അപ്പോൾ പാർട്ടി ഡൽഹിയിൽ മാത്രം ഒതുങ്ങുമ്പോൾ ഒറ്റയ്ക്ക് നയിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാർട്ടി വികസിക്കുമ്പോൾ അതിനനുസരിച്ച് പാർട്ടിയുടെ നേതാക്കൾക്ക് അധികാര വികേന്ദ്രീകരണം നടത്തുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അതിലൊരു പിളർപ്പുണ്ടായി, വലിയ പിളർപ്പാണ് അതുണ്ടായത്. പക്ഷേ അതിൻ്റെ നേതാക്കൾ മാന്യന്മാരായതുകൊണ്ട് പിളർപ്പ് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. യോഗേന്ദ്ര യാദവ് പാർട്ടി വിട്ടു. യോഗേന്ദ്ര യാദവാണ് ആ കാലഘട്ടത്തിൽ പാർട്ടിയുടെ നട്ടെല്ലായി നിന്ന് ഈ ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും വലിയ ഐക്കോൺ കെജ്രിവാളാണെങ്കിലും അദ്ദേഹത്തിന് പിന്നിൽ എല്ലാ സപ്പോർട്ടും കൊടുത്തു നിന്ന് പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിച്ചത് പ്രശാന്ത് ഭൂഷൺ. രണ്ടാമത് പ്രശാന്ത് ഭൂഷണാണ്. പ്രശാന്ത് ഭൂഷൺ ആശയപരമായും പിന്നെ അതിൻ്റെ നിയമപരമായും ഉള്ള കാര്യങ്ങളിലെല്ലാം വേണ്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ രണ്ടു പേരെയും അദ്ദേഹം നിഷ്കരണം അവിടെ വെച്ച് വെട്ടിയതിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ. ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് കെജ്രിവാൾ വരുമ്പോൾ പാർട്ടിയുടെ അന്ന് കൺവീനറാണ്, പിന്നെ പ്രസിഡന്റ് അല്ല ഉള്ളത്. പാർട്ടിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറണം. ഒരേ ആൾ 2 പദവി വഹിക്കരുത്. അതാണ് വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ കെജ്രിവാൾ അപ്പം തന്നെ സംശയിച്ചു എന്നുള്ളതാണ്. ഈ 2 പേരും ഇനി അടുത്തത് എന്നെ തള്ളിയിടാനാണോ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത് അദ്ദേഹത്തിന് തോന്നിയതാണോ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നവർ തോന്നിപ്പിച്ചതാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം ഇവരെ 2 പേരെയും പുറത്താക്കുന്ന ഒരു നടപടിയിലേക്കാണ് പോയത്. അതോടുകൂടി പാർട്ടിയുടെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ തന്നെ രാജ്യമൊട്ടാകെ ഇത് വികസിപ്പിക്കുന്നതിനുള്ള ഒരു സംരംഭം പൊളിഞ്ഞു പോയി എന്നുള്ളതാണ്. ഈ 2 പേർക്ക് അത് പിന്നെ ശക്തി കൊടുത്തിരുന്നെങ്കിൽ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ഇന്ത്യ ഒട്ടാകെ സന്ദർശിച്ച് വിവിധ സ്ഥലങ്ങളിൽ പാർട്ടി രൂപീകരിക്കുന്നതിന് മാത്രമല്ല പാർട്ടിക്ക് ആശയപരമായ ഒരു ശക്തി നൽകുന്നതിനും കരുത്ത് നൽകുമായിരുന്നു. ആ 2 പേരെ അദ്ദേഹം അരിഞ്ഞു മാറ്റി. അത് ആദ്യത്തെ ഒരു അപകടമാണ്. ഈ 2012 ഈ ഡൽഹിയിൽ ജനകീയ സമരം നടക്കുന്നത് അണ്ണാ ഹസാരയുടെ നേതൃത്വം. അതെ. അപ്പോൾ അതിനുശേഷം ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇത് പോകുമ്പോൾ അണ്ണാ ഹസാരെ ഇതിനെതിരായി. തീർച്ചയായിട്ടും. പിന്നെ എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇത് പോയത്? അന്ന് കെജ്രിവാളിനോട് പിന്നെ അണ്ണാ ഹസാരെ പറഞ്ഞത്, നീ ചെളിക്കുണ്ടിലേക്കാണ് വീഴാൻ പോകുന്നത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വലിയ ചെളിക്കുണ്ടാണ്, അപ്പോൾ അവിടെ വീഴാൻ പോവുകയാണ്, അതുകൊണ്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഒരു വലിയ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സംവിധാനം ഇന്ത്യ ഒട്ടാകെ ഉണ്ടാക്കാം, അതിൽ നിങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല. ഈ അവസരം മുതലെടുത്ത് ഡൽഹിയുടെ ഭരണം പിടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, ഞാൻ ചെളിക്കുണ്ടിൽ ഇറങ്ങും, എന്നിട്ട് ചെളി എൻ്റെ ദേഹത്ത് തെറിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ ചെളി കോരിക്കളഞ്ഞ് കുളിച്ച് ശുദ്ധനായിട്ട് ഞാൻ വരുന്നത് കാണാം എന്നുള്ളതാണ്. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വലിയ പരാജയങ്ങൾ അവിടെ സംഭവിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പലരെയും അദ്ദേഹത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ വരുന്ന പലരെയും അദ്ദേഹം വെട്ടി പുറകോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കിരൺ ബേദി ഈ പാർട്ടിയിൽ വലിയ ശക്തിയായിട്ടുണ്ടായിരുന്നതാണ്. കിരൺ ബേദി ഒരു കാലഘട്ടത്തിൽ പുറത്തുപോയി. ഇതേ കഥകൾ തന്നെയാണ് പിന്നീട് വന്നുകൊണ്ടിരുന്നത്. ഇത് തുറന്നു പോയപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും ഈ പാർട്ടിക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത് ഈ ഒരു കെജ്രിവാൾ എന്ന് പറഞ്ഞൊരു ബിംബത്തെ മാത്രം വെച്ച് വിജയിക്കാമെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു. അന്നും ഉയർന്ന പലരും പറഞ്ഞിരുന്നു ഇത് അങ്ങനെയല്ല, ഒരു പാർട്ടിയും ദേശീയ ഇന്ത്യ എന്ന് പറഞ്ഞൊരു വൈവിധ്യമായ രാജ്യം, വൈവിധ്യമായ സംസ്ഥാനങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ ബേസ് ഉണ്ടാക്കുമ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, ഓരോരുത്തടത്തും പറ്റുന്ന വിധത്തിലുള്ള നേതൃത്വത്തെ കണ്ടെത്തിയില്ലെങ്കിൽ, അതിനൊരു സ്റ്റിയറിംഗ് കമ്മിറ്റി പോലെ ഡൽഹിയിലൊരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അതും ഒരു ഏക മുഖത്തോടു കൂടി പോകാനാണ് ശ്രമിച്ചത്. ഇതുതന്നെയാണ് പഞ്ചാബിൽ ജയിച്ചപ്പോഴും ഉണ്ടായത്. ആ പഞ്ചാബിലെ വിജയത്തിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചത് ഈ രാഘവ് ചദ്ദയാണ്. അദ്ദേഹത്തിൻ്റെ
ശക്തമായ പിന്തുണയോടുകൂടിയാണ് 117 സ്ഥാനാർത്ഥികളെയും പഞ്ചാബിൽ നിർത്തിയത്. തെരഞ്ഞു പിടിച്ച് അദ്ദേഹം നിർത്തിയതാണ്. എങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ മുഖം ജനങ്ങളുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കാമെന്ന് വെച്ച് തൂപ്പുകാരി മുതൽ മൊബൈൽ റിപ്പയർ തുടങ്ങി ഓട്ടോറിക്ഷ ഡ്രൈവർ, ഇങ്ങനെ പല തുറകൾ, എക്സ് മിലിറ്ററി ആയിട്ടുള്ളവർ, ഇങ്ങനെ പല തുറകളിൽ നിന്നുള്ള ജനവിഭാഗത്തിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഒരു മന്ത്രിസഭയാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി, നിങ്ങളുടെ 117 സ്ഥാനാർത്ഥികളാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കി പ്രവർത്തിച്ച് 92 സീറ്റ് നേടുക എന്ന് പറയുന്നത് നിസ്സാരമായിരുന്നു. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളിനെ അദ്ദേഹം മറന്നുപോയി എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വലിയ ശക്തി രാഘവ് ചദ്ദയായിരുന്നു. ഈ പഞ്ചാബിൽ ഇപ്പം നിലവിൽ ഇത് പിളർപ്പിൻ്റെ വക്കീലാണെന്ന് പറയുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം രാഘവ് ചദ്ദയെ അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് സ്ഥാനാർത്ഥിയായവർ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിന് ശേഷവും ഈ ഭഗവത് മാനിൻ്റെ കാര്യം ഒരു പ്രത്യേകം പറഞ്ഞാൽ, അദ്ദേഹം നമ്മുടെ ഈ ജഗദീഷ് ശ്രീകുമാറിനെയൊക്കെ പോലെ നല്ല ഒന്നാന്തരം തമാശ അടിക്കുകയും സ്റ്റേജിൽ കയറി നല്ല ഒന്നാന്തരം വിറ്റുമൊക്കെ അടിച്ച് സ്റ്റാൻഡപ്പ് കൊമേഡിയനായിട്ട് നിന്ന ഒരാളാണ്. ആളുകളെ കയ്യിലെടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അത് പാർട്ടി യൂസ് ചെയ്തു. അത് കുഴപ്പമൊന്നുമില്ല. പാർട്ടി അങ്ങനെ ഒരാളിനെ യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ക്രൗഡ് പുള്ളിങ് എബിലിറ്റി യൂസ് ചെയ്തു. അതോടൊപ്പം പക്ഷേ അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തനത്തിനുള്ള പക്വത അദ്ദേഹത്തിന് അതില്ല. അത് കൊടുത്തത് രാഘവ് ചദ്ദയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആയപ്പോൾ മുഖ്യമന്ത്രി എന്ത് ചെയ്യണമെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ രാഘവ് ചദ്ദ തൊട്ടടുത്ത് ഒരു ഔദ്യോഗിക വസതി എടുത്ത് അവിടെ നിന്നുകൊണ്ട് ഒരു ആക്ടിംഗ് മുഖ്യമന്ത്രിയെ പോലെ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹമാണ് ശരിക്ക് പഞ്ചാബിലെ മുഖ്യമന്ത്രി ആയിരുന്നത്. അത് പുറത്ത് പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതിപ്പം നിലവിൽ ഈ ഇപ്പം മുമ്പ് പറഞ്ഞ അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ആദ്യം ഈ അഴിമതി കേസിൽ കുറേ പേരെ അവിടെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതെ. അത് ശരിക്കും ഈ BJP ഒരു രാഷ്ട്രീയമായിട്ട് നേരിട്ടതാണോ അതോ സത്യത്തിൽ ഉണ്ടായിരുന്നതാണോ? ഇതിൽ രണ്ടുമുണ്ട്. കാരണം ഗുജറാത്തിൽ ഇത്രയധികം സീറ്റുകളിലേക്ക് ഒരു പാർട്ടി വന്ന് മത്സരിക്കുമ്പോൾ 265 എൻ്റെ ഓർമ്മ, അത്രയും സീറ്റിലേക്ക് ഒരു ചെറിയ പാർട്ടി വന്ന് മത്സരിക്കുമ്പോൾ അവർക്ക് ഇറക്കാവുന്ന ഒരു പണത്തിനൊരു ലിമിറ്റുണ്ട്. ആ പണത്തിൻ്റെ ലിമിറ്റിൽ കവിഞ്ഞ് അവിടെ വന്നത് BJP ശ്രദ്ധിച്ചു. BJP മനസ്സിലായി പണം എവിടുന്നോ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ ഇത് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും? IRSകാരനായ അരവിന്ദ് കെജ്രിവാളിന് ഇതൊക്കെ നല്ലപോലെ അറിയാം. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഒരു പണം കറ വീഴാത്ത വിധത്തിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വ്യക്തമായിട്ടത് കൈകാര്യം ഡൽഹി മദ്യനയത്തിൽ നിന്ന് പണം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. BJPക്കും അറിയാം, പാർട്ടിയിലുള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിലെല്ലാം അദ്ദേഹം വളരെ തന്മയത്വമായിട്ട് IRS ബുദ്ധി അദ്ദേഹം നല്ലപോലെ ഉപയോഗിച്ചു. അദ്ദേഹം ഇൻകം ടാക്സിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം നല്ലപോലെ അറിയാം. എങ്ങനെയാണ് ഓരോരുത്തരും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നും അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. എങ്ങനെയായിരിക്കും സർക്കാർ നമ്മളെ സമീപിക്കുക എന്നും അങ്ങനെ വരുമ്പോൾ എന്ത് കോടതിയിൽ എന്ത് നിലപാടുകൾ എടുക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അദ്ദേഹത്തിന് അങ്ങനെ വീഴ്ത്താനൊന്നും കഴിയില്ലായിരുന്നു ആ കാര്യത്തിൽ. നിലവിൽ ശരിക്കും ഈ ആം ആദ്മി വരുന്ന സമയത്ത് നമ്മളൊക്കെ വലിയ ത്രില്ലായിരുന്നു. കാരണം ഈ പാർട്ടി വരുന്ന സമയത്ത് കേരളത്തിൽ ഇതിൻ്റെ ഘടകം രൂപീകരിക്കുമ്പോൾ ഞാനും അതിനകത്ത് മെമ്പർഷിപ്പ് എടുത്ത ഒരാളാണ്. കാരണം നമ്മുടെയൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ് സാധാരണ ജനങ്ങളുടെ. ഇപ്പോൾ തമിഴ് സിനിമ ഒക്കെ കാണുന്ന പോലെ തമിഴ് സിനിമയിലൊക്കെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഒരു നായകൻ മുഖ്യമന്ത്രിയായി ഒരു ദിവസം ഇരിക്കുന്നു, നാട് നന്നാക്കുന്നു എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് വന്നത്. അപ്പം നിങ്ങൾ ഈ കേരളത്തിൽ ഇത് വന്നപ്പം നിങ്ങളൊക്കെ ഇതിലേക്ക് പോവുകയും പിന്നീട് എന്തുകൊണ്ടാണ് ഇത് വിട്ടുപോകാൻ? ഞാൻ റെസിഡൻസ് അസോസിയേഷനിലെ പ്രവർത്തനമായിരുന്നു. 30 വർഷമായിട്ട് റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തനമായിരുന്നു. തിരുവനന്തപുരത്ത് റെസിഡൻസ് അസോസിയേഷൻ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ ആദ്യം പങ്കുവഹിച്ചു. ഫെഡറേഷൻ ഇവിടെ ഒരു ഫെഡറേഷൻ ഉണ്ടായിരുന്നു ഞാൻ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ. പക്ഷേ ഫെഡറേഷൻ ശക്തമായി അതിലൊരു 10,000 അസോസിയേഷനെ ചേർക്കുന്നതിന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് സംസ്ഥാന തലത്തിൽ 5000-ലധികം 6000-ഓളം അസോസിയേഷനുകളെ ചേർത്ത് 20 വർഷം ഞാൻ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറിയോ അതുപോലുള്ള സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ റിട്ടയറായി. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ തിരുവനന്തപുരത്ത് അപ്പോൾ ഒരു സാഹചര്യം വന്നുപെട്ടതാണ്. തിരുവനന്തപുരത്തെ ചേംബർ ഓഫ് കൊമേഴ്സും എല്ലാം കൂടെ, അതുപോലെ ശ്രീ വിജയരാഘവൻ അന്ന് എല്ലാം കൂടെ ചേർന്ന് നമുക്ക് തിരുവനന്തപുരത്തിന് ഒരു സംവിധാനം വേണം ഇലക്ഷന് നിൽക്കാൻ. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം വികസന മുന്നേറ്റം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കി. അത് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന രഘു അന്ന് പ്രസിഡൻ്റായും എന്നെ റെസിഡൻസ് അസോസിയേഷനിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നെ ജനറൽ സെക്രട്ടറി ആയി നിയോഗിക്കുകയാണ്. അപ്പോൾ ഞങ്ങളന്ന് 6% വോട്ട് നേടിക്കൊണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് BJP അധികാരത്തിൽ വരാത്തത്. ഇന്നത്തെ VV രാജേഷ് പറയും ഞങ്ങൾ ഇതിനു മുമ്പേ 21-ലെ അധികാരത്തിൽ എത്തുമായിരുന്നു, അതിന് മുമ്പേ എത്തുമായിരുന്നു. പക്ഷേ നിങ്ങളാണ് അതിനെ ബ്ലോക്ക് ചെയ്തത്. കാരണം ഞങ്ങൾ അന്ന്
പിന്നെ തിരുവനന്തപുരം വികസന മുന്നേറ്റം എന്നൊരു സംഘടന ഉണ്ടാക്കിയിട്ട് എല്ലാവരും മത്സരിച്ചു എന്ന് മാത്രമല്ല ഈ കാവി കൊടിയും പിന്നെ താഴെ പച്ചക്കൊടിയും കൂടെ വെച്ചു. അപ്പോൾ അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് പിന്നെ ഹിന്ദുത്വവും ഇസ്ലാമിസവും എല്ലാം കൂടെ ഒന്നിച്ച്, അതായത് വ്യത്യാസമില്ലാതെ മതേതര പരിവേഷത്തോടു കൂടി വരട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിലും പക്ഷേ അത് തിരിച്ച് എഫക്റ്റാണ് വന്നത്. പലരും പറഞ്ഞു ഇത് BJPയുടെ കൊടിയാണ്, BJPക്ക് ഇതാണുള്ള കളർ, അപ്പോൾ BJPയുടെ കൊടിയാണ്, BJPയുടെ ബിനാമിയാണ് എന്ന് പറഞ്ഞ് ആ സംഗതിയെ പൊളിച്ചു കളഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സീറ്റൊക്കെ കിട്ടാനായിട്ടന്ന് സാധ്യതയുള്ള ഒരു സംഘടനയായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ എന്നോട് PC സിറിയക്കായിരുന്നു അന്ന് ഇവിടുത്തെ പിന്നെ ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു തമിഴ്നാടിൻ്റെ. അത് കഴിഞ്ഞ് അവിടെ അദ്ദേഹം വന്നിട്ട് ഈ പാർട്ടിയെ ഒന്ന് രൂപപ്പെടുത്തുന്നതിനായിട്ട് വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് വരണം. അപ്പോൾ ഡൽഹിയിൽ നിന്നും എനിക്ക് നിർദ്ദേശം വന്നു, കെജ്രിവാളിൻ്റെ ഒരു താല്പര്യത്തോടു കൂടിയാണ് നിങ്ങൾ ഇതിനകത്ത് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിനകത്ത് വരികയും അപ്പോൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങളൊന്നും കിട്ടില്ല, താഴത്തെ തട്ടിൽ പ്രവർത്തിച്ചേ ഇതിനകത്ത് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരം സിറ്റി കോർഡിനേറ്റർ, ജില്ലാ കോർഡിനേറ്റർ, പിന്നെ ഈ മേഖലയുടെ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, പിന്നെ സെക്രട്ടറി, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മാത്രമാണ് ഈ സംഘടനയിൽ ഞാൻ മുന്നോട്ട് വന്നത്. അങ്ങനെ 2022 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിവിടെ ശ്രീ PC സിറിയക്കിൻ്റെ നേതൃത്വത്തിൽ 140 മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് ഓഫീസ് തുറക്കാൻ കഴിഞ്ഞു. അവിടെയൊക്കെ ചെറിയ സെറ്റപ്പുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഞങ്ങളൊരു ശക്തിയായിട്ട് വരുന്നു എന്ന് പിന്നെ ഇവിടുത്തെ പാർട്ടികൾക്ക് തന്നെ മനസ്സിലായി. ഞങ്ങളിവിടെ ചില മുന്നേറ്റങ്ങൾ നടത്തിയത് ഇലക്ട്രിസിറ്റി സമരകാലത്തൊക്കെ ഞങ്ങൾ എല്ലാ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ മുമ്പിലും ആൾക്കാരെ നിർത്തി സമരം ചെയ്യുന്ന എല്ലാ സബ് ഓഫീസിൻ്റെ മുമ്പിൽ, അവരുടെ മെയിൻ ഓഫീസുകളുടെ മുമ്പിലൊക്കെ ഇലക്ട്രിസിറ്റി ചാർജ് വർധനയ്ക്കെതിരെ സമരം ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ട് വരികയും ഒക്കെ ചെയ്തപ്പം എല്ലാവരും പ്രതീക്ഷിച്ചു പോയി ഇതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വരും എന്നുള്ളത്. ആ സമയത്താണ് പൊടുന്നനെ പാർട്ടിയിൽ നിന്ന് ഒരു നിർദ്ദേശം വരുന്നു, പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കളെ മുഴുവൻ പിരിച്ചു വിട്ടിരിക്കുന്നു. അത് ശരി. PC സിറിയക്ക് അടക്കമുള്ളവരെ പിരിച്ചു വിട്ടിരിക്കുന്നു. എന്നിട്ട് പുതിയ നേതൃത്വം എടുക്കാൻ പോകുന്നു. അപ്പം അതിനകത്ത് അന്നേ പറയുന്നുണ്ട് ഒരു കളിയുണ്ടായിരുന്നു, അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതിനകത്ത് മെയിൻ നേതൃത്വം കൊടുത്തത്. കാരണം കെജ്രിവാളിന് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് വലിയ ബന്ധമാണ്. അദ്ദേഹം പിണറായി വിജയൻ എന്ന് പോലും പറയില്ല, അദ്ദേഹം പറയുന്നത് പിണറായി സാർ എന്നാണ്. വിജയൻ സാർ, പിണറായി സാർ എന്നല്ല, വിജയൻ സാർ എന്നാണ്. അത്രയ്ക്ക് വലിയ ബഹുമാനവും ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയാണ് ഈ പാർട്ടി അന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അതിനുശേഷം പിന്നീട് എന്നെ തന്നെ ജനറൽ സെക്രട്ടറി ആക്കി വെച്ചു. പിന്നെ പക്ഷേ PC സിറിയക് സാറിനെ അദ്ദേഹത്തിന് തഴയല്ല, ഇത് നാഷണൽ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നും പറഞ്ഞ് മാറ്റി. അതോടുകൂടി ഈ സംഘടനയുടെ ആ പ്രവർത്തനത്തിൽ ഒരുപാട് അപാകതകൾ വന്നു. ആ സന്ദർഭത്തിൽ പെട്ടെന്നൊരു മാറ്റം വന്നത് ഒരുപാട് പേർക്ക് വിഷമകരമായി. അപ്പോൾ ഞാനിത് നേതൃത്വത്തെ അറിയിച്ചു. അതിനു മുമ്പ് PC സിറിയക് സെൻ്റെ കാലത്ത് വേറൊന്നും പറ്റി 2020 ആയിട്ടൊരു ലയനം നടത്തി ഒരു വെൽഫെയർ മുന്നണി ഉണ്ടാക്കി. അന്നും ഞാൻ ശ്രീ കെജ്രിവാളിനോട് നേരിട്ട് പറഞ്ഞു ഈ വെൽഫെയർ മുന്നണി നമുക്ക് ശരിയല്ല, കാരണം 2020യുടെയും ആം ആദ്മിയുടെയും ആശയം ഒന്നാണ്, അത് രണ്ടും കൂടെ പ്രവർത്തിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും. അദ്ദേഹത്തിനോട് തന്നെ ഞാൻ പറഞ്ഞതാണ്. കാരണം CPI ഒരു മുന്നണിയിലായിട്ട് എന്താ പ്രയോജനം? ഒരേ ആശയമുള്ളവർ ഒരു മുന്നണിയിൽ ഘടകകക്ഷിയായിട്ട് യാതൊരു കാര്യമില്ല. അതെ. അപ്പോൾ ഇത് മറ്റൊന്നിനെ തിന്നുന്ന അവസ്ഥയിലേക്ക് വരും. അതെ, അങ്ങനെ അതിനകത്ത് കുറേ പ്രശ്നങ്ങൾ വന്നു. ഒരുപാട് പേര് 2020ലേക്ക് പോകാനിടയായി. അപ്പോഴും ഞാൻ പറഞ്ഞു നമുക്കിവിടെ കേരളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു മുന്നണിയിൽ ചേരാം. അപ്പോൾ ഒന്ന് CP ജോൺ പിന്നെ വലതു മുന്നണിയുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വരുന്നതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇടതു മുന്നണിയിൽ അവരും എടുക്കാൻ തയ്യാറായിരുന്നു, വലിയ സീറ്റുകളൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു ഘടകകക്ഷിയായിട്ട് നിൽക്കുന്നതിന് ഇടതു മുന്നണിക്കും വിരോധമില്ല എന്ന് പറഞ്ഞു. ഇത് ഞാൻ നാഷണലിനെ അറിയിച്ചിട്ടും നാഷണലിൽ യാതൊരു അനക്കവും ഇല്ല. അവർ പറഞ്ഞത് വേണ്ട, ഒറ്റയ്ക്കേ പോകും. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് പോയി ചേർന്നു ദേശീയ തലത്തിൽ. ഇങ്ങനെയുള്ള ഒരുപാട് വൈവിധ്യങ്ങൾ ഇതിനകത്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊന്നും നടക്കില്ല, ഇത് കേരളത്തിൽ വളരില്ല എന്ന് മാത്രമല്ല വളരാനായിട്ട് ഇവിടെയുള്ളവർ സമ്മതിക്കില്ല. അതനുസരിച്ച് ഡൽഹിയിൽ നിന്ന് നമുക്ക് ഓരോ ബ്രേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് നമുക്ക് പൈസ പിരിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ഇവിടെ പറയുന്നത് നമ്മൾ പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് വാങ്ങിച്ചിട്ട് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡൽഹിയിലേക്ക് പണം അയക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചെക്ക് വാങ്ങിക്കണം. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? താങ്കളുടെ അക്കൗണ്ട് എന്നെ വെളിപ്പെടുത്തൂ. പ്രായോഗികമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞ ഒരു കൂപ്പൺ, നിങ്ങൾ ഹോളോഗ്രാം വെച്ചിട്ടൊരു കൂപ്പൺ താ, ഡൽഹിയിൽ നിന്ന് അടിച്ചു തന്നാൽ മതി. അതിൽ ഡൽഹിയുടെ എംബ്ലവും ഹോളോഗ്രാമും വെച്ചിട്ട് താ, അത് ഞങ്ങളിവിടെ വിതരണം ചെയ്ത് പൈസ വാങ്ങിക്കാം, 50-100 ഒക്കെ വാങ്ങി പ്രവർത്തനത്തിന്. അതുപോലും അവർ വലിയ കാര്യമായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്നാൽ പിന്നെ എനിക്ക് പുറകോട്ട് പോകണം. അപ്പോൾ ഇന്നിപ്പോൾ പാർട്ടി മാറിയ സന്ദീപ് പതക്കാണ് എടുത്ത് പറഞ്ഞത് നിങ്ങൾ മണ്ടത്തരമാണ് കാണിക്കുന്നത്, നിങ്ങളൊരു ദേശീയ ബദൽ, BJPക്കൊക്കെ ഒരു ദേശീയ ബദൽ ഉണ്ടാക്കുന്ന, കോൺഗ്രസിനും ഒക്കെ ഒരു ദേശീയ ബദലായിട്ട് വരാൻ പോകുന്ന ഒരു പാർട്ടിയുടെ 28 സംസ്ഥാനങ്ങളിലെ ഒന്നിൽ നിന്ന്, ഒരു നാഷണൽ പാർട്ടിയാണ്, നാഷണൽ പാർട്ടിയുടെ 28 സംസ്ഥാനങ്ങളിലെ ഒന്നിൽ നിന്നാണ് നിങ്ങൾ
ഏറ്റവും ടോപ്പ് സ്ഥാനത്ത് നിന്ന് പോകുന്നത്. ആ പുള്ളിയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ആ പുള്ളിയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. സന്ദീപ് പാഠക്, അതായത് പഞ്ചാബിന്റെ ചുമതല ഉണ്ടായിരുന്ന, അല്ല, ഇന്ത്യയുടെ മൊത്തം ആം ആദ്മി പാർട്ടിയുടെ മൊത്തം ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഇന്നിപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇന്നിപ്പോൾ പല കേരളത്തിലുള്ളവർ പലരും ചോദിച്ചത്, അങ്ങനല്ലേ ഞങ്ങളെയൊക്കെ ഉപദേശിച്ചത് പോകരുതെന്ന്, അപ്പം അങ്ങ് പോയതെന്ന് നിവർത്തിയില്ല. കാരണം ഇവിടെ കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ബിംബം അല്ലാതെ വേറൊന്നും കൂടാൻ പാടില്ല. അത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നമുണ്ടാക്കി. അതിൽ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ജയിലിലായപ്പോൾ അദ്ദേഹം ജയിലിൽ കിടന്ന് ഭരിക്കാൻ തീരുമാനിച്ചു, ഭാര്യയെ വെച്ച് ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് ഭാര്യ, അപ്പോൾ അന്ന് എതിർപ്പുണ്ടായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമാണ്, അങ്ങനെയാണ്. അവസാനം കോടതി ഇത് സമ്മതിക്കില്ല എന്നൊരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഭാര്യയെ വെച്ചിട്ട് ഭരിക്കാം. അപ്പോഴും ഭാര്യയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിഷിക്ക്, അത് കഴിഞ്ഞിട്ട് മലൈന അതിഷിക്ക് ചാർജ് കൊടുത്തു. അപ്പോഴും പ്രശ്നമാണ്. കാരണം പലരും ഉന്നതരായ നേതാക്കൾ അവിടെ വെളിയിൽ നിൽക്കുകയാണ്. അവർക്ക് ആർക്കും ചാർജ് കൊടുക്കാതെ താരതമ്യേന ജൂനിയറായ അതിഷിക്ക് ചാർജ് കൊടുത്തതും പ്രശ്നമായി. അത് കഴിഞ്ഞിട്ട് അവരെ വീണ്ടും മുഖ്യമന്ത്രിയാക്കി. അത് ഇയാളുടെ കസ്റ്റഡിയിൽ നിൽക്കണം, അതിനു വേണ്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കസ്റ്റഡിയിൽ നിൽക്കണമെന്നാണ് ഡൽഹിയിലുള്ളവർ പറഞ്ഞത്. അതിനും തയ്യാറല്ലാത്തവരെ പറ്റില്ല. ഇപ്പോൾ സ്വാതി മാലിവാൾ, ഝാൻസി റാണി എന്നാണ് അവർ പറയുന്നത് പാർട്ടിയുടെ. അവർ ഗലികളിലൊക്കെ പോയി പിന്നെ പെൺകുട്ടികളെയൊക്കെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവരെയൊക്കെ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ആളെ കൂട്ടി ഈ ഗുണ്ടകളെ നേരിടുകയൊക്കെ ചെയ്തവരാണ്. അതുകൊണ്ട് അവരെ പിടിച്ച് വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാക്കി. ആ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്നുകൊണ്ടും അവരിതുപോലെ രാത്രി റോന്ത് ചുറ്റും 12 മണിക്കൊക്കെ ഈ റോഡിൽ ഇറങ്ങിപ്പോയി അവർ ഈ ഗലികളിലൊക്കെ ചെന്നിട്ട് സ്ത്രീകളെ ആക്രമിക്കുന്നവരെ പിടികൂടുമായിരുന്നു. അത്രയ്ക്ക് സ്ട്രോങ്. ആ ഝാൻസി റാണിയെ MP ആക്കാൻ തീരുമാനിച്ചു. അവരുടെ കഴിവുകളൊക്കെ പ്രമാണിച്ച് രാജ്യസഭ MP ആക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുകയൊക്കെ ചെയ്യുന്നത്. ഉടനെ തന്നെ അവരോട് പറഞ്ഞു, അപ്പോൾ മനു അഭിഷേക് സിംഗ്വി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഹരിയാനയിൽ പോവുകയാണ്, പിന്നെ ഹിമാചൽ പ്രദേശിൽ പോകുന്നു. അവിടെ നിന്ന് MP ആയിട്ട് വരാനായിട്ട് കോൺഗ്രസ് തയ്യാറാകുകയാണ്. അപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, ഇവിടെ ഒരു ഇറക്കുമതി സാധനം വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ആൾ MP ആയിട്ടുള്ളവർ മതി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് കിട്ടേണ്ടുന്ന 2 വോട്ട് BJP-കാർക്ക് കൊടുത്ത് BJP-യുടെ MPയെ ജയിപ്പിച്ച് ഇദ്ദേഹത്തിനെ തോൽപ്പിച്ചു. അത് കോൺഗ്രസിന് വലിയ ക്ഷീണമായി. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, അപ്പോൾ പ്രശാന്ത് ഭൂഷണെ പോലുള്ള ഒരു അഡ്വക്കേറ്റൊക്കെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അന്നാണ് കെജ്രിവാളിന് പൂർണ്ണമായും ബോധ്യമായത്. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇങ്ങി പോരെ, മനു അഭിഷേക് സിംഗ് ഞങ്ങളുടെ കൂടെ നില്ലേ, ഞങ്ങളുടെ പാർട്ടിയുടെ MP ആയിട്ട് രാജ്യസഭയിലേക്ക് വിടാമെന്ന് പറയും. അതിപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി അതൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. എന്നിട്ട് ഈ സ്വാതി മാലിവാൾ അന്ന് 1 മാസം 2 മാസം കണ്ട് അയാളുടെ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രാജിവെക്കണം. അവർ ചോദിച്ചു, ഞാൻ രാജിവെക്കാം, എന്തിനാണ്? അപ്പോൾ പറഞ്ഞു, അത് മനു അഭിഷേക് സിംഗിക്ക് സീറ്റ് കൊടുക്കാനാണ്. അവർ പറഞ്ഞു, അതെന്ത് ബന്ധം, അദ്ദേഹം നമ്മുടെ പാർട്ടിയിലല്ല, വേറൊരു പാർട്ടിയിൽ മത്സരിച്ച ആളിനെ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്? എന്തായാലും അവർ രാജിവെക്കാമെന്ന് വിചാരിച്ച് പാർട്ടി ഓഫീസിൽ വന്നപ്പോൾ പലരും പറഞ്ഞത് രാജിവെച്ച് കൊടുക്കണ്ട, കാരണം അങ്ങേരെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ താല്പര്യത്തിൽ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ രാജിവെച്ചില്ല. അന്ന് മുതൽ അവരുമായിട്ട് ഉടക്കായി. കെജ്രിവാളിൻ്റെ ഓഫീസിൽ വന്നപ്പം കെജ്രിവാൾ അകത്തിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ PA അവരുടെ കരണം കുട്ടിക്കടിച്ചു. അത് ശരി. വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ്. അവരെയാണ് അവരുടെ ഗുണ്ടയെ പോലെ അവരെ കൈകാര്യം, പിന്നെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് കൈകാര്യം ചെയ്ത് അടി കൊടുത്ത് വെളിയിലിറക്കി വിട്ടു. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ തന്നെയാണ് രാഘവ് ചദ്ദയ്ക്കും പറ്റിയത്. അദ്ദേഹത്തിന് പിന്നെ നിർണായകമായ സ്ഥാനങ്ങളിൽ നിന്ന് പതുക്കെ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ ഭാവി കെജ്രിവാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് രാഘവ് ചദ്ദ എന്നാണ് പറഞ്ഞിരുന്നത്. ആ രാഘവ് ചദ്ദയെ പോലും ഒതുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ പുറത്ത് പറയുന്നത് മറിച്ചാണ്, രാഘവ് ചദ്ദയ്ക്ക് അധികാരമോഹമുള്ളതുകൊണ്ട് BJP-യുടെ ഒപ്പം പോയി എന്നുള്ളതാണ്. പക്ഷേ സത്യം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ തലകളെല്ലാം ഓരോ ഘട്ടങ്ങളിലായി വെട്ടിയിട്ടുണ്ട്. കെജ്രിവാൾ അത്ര നല്ല ആളൊന്നുമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ അഴിമതി വിരുദ്ധനോ അഴിമതി രഹിതനോ ഒന്നും അല്ല. അത് അദ്ദേഹത്തിന് അതിനൊക്കെ താല്പര്യം ഉണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം പ്രായോഗികമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം മറ്റുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. ഒരുപക്ഷേ ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നതിന് മുമ്പ് ദേശീയ ഒരു മുന്നണിയുണ്ട്. അന്ന് പലരും അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്. അദ്ദേഹം ഡൽഹി ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. 2 പ്രാവശ്യം ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ. ഇനി അദ്ദേഹം മാറി നിന്നിട്ട് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി ആവാതെ പ്രതിപക്ഷ ഒന്നുകിൽ MP ആയിട്ട് ലോക്സഭയിൽ വന്നുകൊണ്ടോ അല്ലെങ്കിൽ രാജ്യസഭയിൽ വന്നുകൊണ്ടോ ഒരു ദേശീയ മുന്നണി ഉണ്ടാക്കണം. അദ്ദേഹം അന്ന് കസേര വിടാൻ തയ്യാറല്ലായിരുന്നു. അദ്ദേഹം തോറ്റതിന് ശേഷമാണ്. എന്നിട്ടും പഞ്ചാബിൽ MP ആവാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഭഗത് സിംഗ് മാനിന് ഇടയ്ക്ക് വലിയ വിഷമമായിരുന്നു. അദ്ദേഹത്തിനെ മാറ്റിയിട്ട് ഇദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്ന് വരെ ഒരിടയ്ക്ക് അവിടെ പോയി പഞ്ചാബിലെ മുഖ്യമന്ത്രി ആകുമോ എന്നൊരു സംശയം വരെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ ഈ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വന്ന് പിന്നെ ജയിലിൽ പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതങ്ങ് മാറി. എന്തായാലും ആ കാലഘട്ടത്തിൽ മാൻ പിന്നെ അമിത്ഷായുമായിട്ടും വളരെ അടുത്ത ബന്ധത്തിലേക്ക് പോയി.
ഒരുപക്ഷെ അമിത്ഷായുടെ ഒരു പിന്തുണയോടുകൂടി ഇദ്ദേഹം മൊത്തത്തിൽ പഞ്ചാബിലെ പൊളിറ്റിക്സ് മാറ്റുമെന്ന് വരെ സംശയിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ സെക്കൻഡ് ലെവലിൽ നിന്ന ഒരാളിനെയാണ് ബി ജെ പി കൊണ്ടുവരിക്കുന്നത്. ബി ജെ പിക്ക് പഞ്ചാബിലൊരു നേതാവിനെ വേണം. അപ്പം രാഘവ് ചദ്ദേവ് ക്യാപ്റ്റൻ മനീന്ദർ സിംഗിനെ കൊണ്ടുവന്നെങ്കിലും അമരീന്ദർ സിംഗിനെ കൊണ്ടുവന്നെങ്കിലും അമരീന്ദർ സിംഗ് എൻ്റെ ഒരു പ്രായം കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു വയസ്സായ കാലഘട്ടമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് 37 വയസ്സേ ഉള്ളൂ. ഒരു ബി ജെ പിയുടെ കരുത്തനായ ഗ്ലാമർ കക്ഷിയാണ്. വർഷങ്ങളോളം പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയാകാനും പഞ്ചാബിൻ്റെ അവിടെ തന്നെ പാർട്ടിയുടെ വേരുറപ്പിക്കാനും കഴിയുന്ന ഒരാളായിട്ട് ഇദ്ദേഹം മാറും. അതുപോലെ സിദ്ധു വളരെ ഇങ്ങനെ അവർ നോക്കി വെച്ചിട്ടുണ്ട്. ഹർഭജൻ സിംഗിനെ അവർ കൊണ്ടുവന്നു. ഇങ്ങനെ ഓരോരുത്തരെ ആയിട്ട് രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ പാർട്ടി ഇല്ലാതാവും. പാർട്ടി ഇല്ലാതാകുമെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് അവശിഷ്ടങ്ങൾ കുറച്ച് കണ്ടേക്കാം. ഇപ്പോൾ കാരണം കുറച്ച് നാളും കൂടെ അവിടെ ഭരണമുണ്ട്, പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഡൽഹിയിലുണ്ട്, കുറേ സീറ്റ് മോഹികളും കുറച്ച് ആളുകളൊക്കെ പോവുമെങ്കിലും ആം ആദ്മി പാർട്ടി എന്ന ആശയം തൊലഞ്ഞു. ആം ആദ്മി പാർട്ടി എന്ന ആ ഒരു വലിയ ബിംബം തകർന്നു. ഇനി അതിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും ബി ജെ പി വിഴുങ്ങും. ഇത് പൂർണ്ണമായിട്ടും ബി ജെ പി വിഴുങ്ങാനാണ് സാധ്യത. കാരണം അവിടെ 117-ൽ 92 MLA-മാരുള്ളതിൽ ഏതാണ്ട് പൂർണ്ണമായും ഇപ്പം രാഘവ് ചദ്ദ വിചാരിച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നവരാണ്. 62 പേര് ഇപ്പം തന്നെ അദ്ദേഹത്തിനോട് എസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്ന് വേണമെങ്കിൽ ബി ജെ പി എസ് പറഞ്ഞാൽ രാഘവ് ചദ്ദയ്ക്ക് പഞ്ചാബിലെ മുഖ്യമന്ത്രിയാവാം. പക്ഷേ ബി ജെ പി അതിന് എസ് പറയുമെന്ന് ഇപ്പോൾ സംശയമാണ്. കാരണം എങ്കിലൊരു വിക്ടിമിൻ്റെ സ്റ്റാറ്റസിലേക്ക് മാൻ വരുമോ എന്നുള്ളതാണ്. ഭഗവത് സിംഗ് മാനിനെ കൂടെ ഇപ്പുറത്ത് എടുക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ടെന്നുണ്ട്. എത്രത്തോളം അദ്ദേഹം കീഴടങ്ങുമെന്ന് അറിയില്ല. എന്തായാലും വലിയ കളികളാണ് പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു TMCയെ തകർത്തുകൊണ്ട് ബംഗാളിൽ ഭരണം പിടിക്കാൻ ശ്രമിച്ചത്, സ്റ്റാലിനെ തകർത്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയത്. ഇതേപോലൊരു മുന്നേറ്റമാണ് പഞ്ചാബിൽ. പഞ്ചാബ് ഇവർക്ക് പിടികിട്ടാത്തൊരു സംസ്ഥാനമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പഞ്ചാബിൽ കൂടെ ഒരു വലിയ പേര്, കാരണം 2 സീറ്റേ അവിടെ ഉണ്ടായിരുന്നു. 117-ൽ 2 സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത്. കേരളത്തിലെ പോലത്തെ അവസ്ഥ, താമര ഒന്ന് വിരിയാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ പഞ്ചാബിലുണ്ട്. അവിടെ 92 സീറ്റുള്ള ഒരു പാർട്ടിയുടെ യഥാർത്ഥ നേതാവിനെയാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, രാഘവ് ചദ്ദയിലൂടെ. അത് തീർച്ചയായിട്ടും ഈ പാർട്ടിയുടെ വേരറക്കും, സംശയമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിക്ക് ഇനി മുന്നോട്ട് യാതൊരു പ്രതീക്ഷയും വേണ്ട. കെജ്രിവാൾ എന്ന് പറയുന്ന ഒരേ ഒരു നേതാവിൽ മാത്രം അല്ലേ അദ്ദേഹം ആ പാർട്ടിയെ ഒതുക്കി നിർത്തി തനിക്ക് ശേഷം ഈ പാർട്ടി ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്.